ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ PPT ഞാൻ വിട്ട് തരുന്നുണ്ട്, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ GSTയിൽ ചിലർക്കൊന്നും GSTയിൽ കോമ്പോസിഷൻ ഡീലറായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാനുഫാക്ചേഴ്സ് ഓഫ് ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ. ഐസ്ക്രീമിന്റെ മാനുഫാക്ചേഴ്സിനും പാൻ മസാലയുടെ മാനുഫാക്ചേഴ്സിനും ടുബാക്കോയുടെ മാനുഫാക്ചേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല? GSTയിൽ കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ആര് പറയുന്നു? GSTയുടെ നിയമത്തിൽ പറയുന്നുണ്ട്. കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫേംസുകളിൽ ഐസ്ക്രീമിന്റെ മാനുഫാക്ചേഴ്സിനും പാൻ മസാലയുടെ മാനുഫാക്ചേഴ്സിനും ടുബാക്കോയുടെ മാനുഫാക്ചേഴ്സിനും വരും. ബാക്കി എല്ലാ മാനുഫാക്ചേഴ്സിനും പറ്റും. അതേപോലെ തന്നെയാണ് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണും. കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്ന 2 കാറ്റഗറി ഉണ്ട്. അവർക്കും കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ആരാണ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ? അത് നമുക്ക് അറിയണമല്ലോ. അവരാരാന്ന് പറഞ്ഞാലേ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാല് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലേസ് ഇല്ലാതെ, അതായത് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലേസ് ഇല്ലാതെ കച്ചവടം നടത്തുന്ന ആൾക്കാർ. അതായത് സീസണിലൊക്കെ കച്ചവടം നടത്തുന്ന ഫേംസ് ഇല്ലേ, സീസണിലൊക്കെ കച്ചവടം. ഫോർ എക്സാമ്പിൾ, ഒരു വിഷുവിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ എന്തല്ലോ പടക്കത്തിന്റെ കച്ചവടമൊക്കെ ഉണ്ടാവും. അവരെന്ന് വെച്ചാൽ ഒരു മാസത്തേക്കോ അല്ലെ 2 മാസത്തേക്കായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു ബിൽഡിങ് റെന്റിന് എടുത്തിട്ടോ മറ്റോ അവരെന്ത് ചെയ്യുക, അവിടെ കച്ചവടം നടത്തുന്നത്. അങ്ങനെയാണ് ഉള്ളവർ പറയുന്നത്. ആ ഒരു സീസണിലേക്ക് മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാവും ആ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓണം സീസൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാവും ആ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ മഴയുടെ സീസൺ ആയി കഴിഞ്ഞാൽ കോട്ട്, റെയിൻകോട്ട്, അതേപോലെ തന്നെ അംബ്രല പോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ കുറച്ച് കാലത്തേക്ക് മാത്രം. അതായത് അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അവർക്കൊരു പ്രോപ്പർ ബിസിനസ് പ്ലേസിലെ, ഇന്ന് അവർ കോഴിക്കോടാണെങ്കിൽ നാളെ അവർ മലപ്പുറത്തായിരിക്കും, പിറ്റേന്ന് പാലക്കാടായിരിക്കും, പിറ്റേന്ന് തൃശ്ശൂരായിരിക്കും. അങ്ങനെ ഓരോ ജില്ലകളിൽ ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും അല്ലെ. ഓരോ മാസത്തെ അല്ലെ ഓരോ വർഷത്തിൽ തന്നെ അവർ 4-5 സ്ഥലങ്ങളിൽ അവർ ബിസിനസ് നടത്തുന്നുണ്ടോ. അങ്ങനെയുള്ള, അതായത് പ്രോപ്പർ ഒരു ബിസിനസ് പ്ലേസ് ഇല്ലാതെ, അതായത് സീസണിലൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അവർ GSTയിൽ നിർബന്ധമായും രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ ആവാൻ പറ്റില്ല. അവർക്ക് റെഗുലർ കോമ്പോസിഷൻ ആവാൻ പറ്റില്ല. അവർക്ക് റെഗുലർ ആയിട്ട് തന്നെയാണ് GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അവർക്ക് ഈ 40 ലക്ഷമെന്നോ അല്ലെങ്കിൽ 20 ലക്ഷം എന്ന് പറഞ്ഞ ടേൺ ഓവർ ലിമിറ്റ് ഇല്ല കേട്ടെ. അവരെന്താണ് GSTയിൽ എന്ന് അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് അവർ GSTയിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ അത് കോമ്പോസിഷൻ ആവാൻ പറ്റില്ല, റെഗുലർ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെയാണ് എന്ത്, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരാള് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തുകയാണ്. അങ്ങനെയുള്ളവരെ പറയുന്നതാണ് എന്ത്, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അതായത് അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്നു ഇന്ത്യയിൽ എന്തിന്റെ ഒരു ബിസിനസ് നടത്തി. ഫോർ എക്സാമ്പിൾ, ഫോക്സ് വാഗൺ പുതിയതായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണം. അപ്പൊ ജർമ്മനിയിൽ നിന്നുള്ള ഒരാൾ വന്ന് ഇന്ത്യയിൽ ബിസിനസ് നടത്തണം. അപ്പൊ എന്താണ്, അവർക്ക് എന്താണ് കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ ആരാണ്, ഇന്ത്യൻ സിറ്റിസൺ അല്ല, നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അവര് GSTയിൽ എന്താണ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ ആവാൻ പറ്റില്ല, റെഗുലർ ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സ് ഓഫ് ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ അവർക്കും കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഏരിയ ആണ് എന്ത്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഫേംസ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്, അതായത് നമ്മൾ ഇഷ്ടംപോലെ ഫേംസ് ഉണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അലിബാബ, മിന്ത്ര, അങ്ങനത്തെ കുറേ ഫേംസുകൾ. പിന്നെ നമ്മുടെ നാട്ടിൽ അതും ഇതും ഡ്രസ്സ്, കേക്ക്, അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറേ ഫേംസ് വരുന്നുണ്ട് അല്ലെ. അവരൊക്കെ GSTയിൽ എന്ത് ചെയ്തിരിക്കാം, അവരൊക്കെ എന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, കാഷ്വൽ ടാക്സബിൾ പേഴ്സണെ പോലെ തന്നെയാണ്. അവരെന്താണ്, എന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തന്നെ അവരെന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പക്ഷേ അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കോമ്പോസിഷൻ ആവാൻ പറ്റില്ല, റെഗുലർ ആവാനേ പറ്റും. ഇത്രയാണ് എന്ത്, കോമ്പോസിഷൻ സ്കീമിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ലോയിൽ പറയുന്നത്, GSTയുടെ നിയമത്തിൽ പറയുന്നു. ആരൊക്കെ, മാനുഫാക്ചേഴ്സ് ഓഫ് ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മാനുഫാക്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഒരു സീസണിൽ കച്ചവടം നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബിസിനസ് പ്ലേസ് ഇല്ലാതെ കച്ചവടം നടത്തുന്ന കോമ്പോസിഷൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും, അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആള് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതാണ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ ആവാൻ പറ്റില്ല.
പിന്നെ വരുന്ന എന്താണ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധനം വിൽക്കുന്ന ഫേംസ്, അവർക്കും കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പോസിഷനായിട്ട് രജിസ്ട്രേഷൻ എടുത്തു അല്ലെങ്കിൽ എടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്, കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ഒരു പോയിന്റ് അടിച്ചു 1.5 കോടിക്ക് താഴെ ടേൺ ഓവറുള്ള ആൾക്കാർക്ക് കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും പറ്റുമോ? ഇല്ല. നമ്മൾ പറഞ്ഞ ഈ 3 കാറ്റഗറി ആരൊക്കെ, മാനുഫാക്ചേഴ്സിനും പാൻ മസാല ടുബാക്കോ പോലുള്ള മാനുഫാക്ചേഴ്സിനും അതേപോലെ തന്നെ ആർക്ക് പറ്റില്ല, 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും എന്ത് പറ്റില്ല, കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, ചില കണ്ടീഷൻസും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറയുന്ന പാർട്ടി അല്ലാതെ ചില കണ്ടീഷൻസും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ്. കോമ്പോസിഷനായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. പൊതുവെ GST എല്ലാവരും രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്തിനാണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാണ്. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ITC എന്ന് പറഞ്ഞാൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഷോർട്ട് ഫോം ITC. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യുമ്പോഴുള്ള ടാക്സിനെക്കാട്ടിലും കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സ്, അതായത് ആ ടാക്സ് ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തരണം. അതിനെ പറയുന്നതാണ് എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് ഇങ്ങോട്ട് കിട്ടുക, അത്രയാണ് പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് ഇങ്ങോട്ട് കിട്ടുക. അതായത് നമ്മൾ ഒരു 1000 അല്ലെ 10,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മാസം സെയിൽ, അതായത് ഈ മാസം നമ്മൾ 10,000 രൂപ ടാക്സ് കൊടുത്ത് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മാസം വിറ്റത് എത്രയാണ്, വെറും 6,000 രൂപ ടാക്സിനുള്ള സാധനം മാത്രമേ വിറ്റുള്ളൂ. അപ്പൊ ബാക്കി 4,000 രൂപ ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തരണം. ഒന്നുകിൽ നമുക്ക് നേരിട്ട് തരണം, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഫോർ എക്സാമ്പിൾ, അടുത്ത മാസം നമ്മൾ 10,000 രൂപ ടാക്സ് കൊടുത്ത് വാങ്ങിയത് 12,000 രൂപ ടാക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. അപ്പൊ 2,000 രൂപ നമ്മൾ അധികം ഉണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ എന്താ, കഴിഞ്ഞ മാസം 4,000 രൂപ ഗവൺമെന്റ് ഇങ്ങോട്ട് തരാണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഗവൺമെന്റിന് നമുക്ക് പറയാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. കഴിഞ്ഞ മാസം പൈസ 4,000 ഉണ്ട്, അതിൻ്റെ അകത്ത് 2,000 എടുത്തോ, ബാക്കി 2,000 നമുക്ക് ഇങ്ങോട്ട് വീണ്ടും തരാനാണുള്ളത്. ആ പറയുന്നത് ഇങ്ങോട്ട് തരാനുള്ള പൈസനെ പറയുന്നതാണ് എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സിനെക്കാട്ടിലും കുറവായിട്ട് സെയിൽ ചെയ്യുമ്പോഴുള്ള ടാക്സ് വരികയാണെങ്കിൽ ആ അധികമുള്ള ടാക്സ് ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തരണം. അതിനെ പറയുന്നതാണ് എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ആ ഒരു ടാക്സ് കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടില്ല കേട്ടോ. കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടൂല. അതായത് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകും. പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മാസം ഒരു സെയിലും നടത്തിയിട്ടില്ല, 10,000 രൂപ ടാക്സ് കൊടുത്ത് സാധനം മാത്രം കടയിൽ വാങ്ങിക്കൊണ്ട് വെച്ചാൽ അപ്പൊ എന്തായി, ആ ടാക്സ് നമുക്ക് പോയതാണ്, പിന്നെ ആ ടാക്സ് കിട്ടൂല. കോമ്പോസിഷൻ ആകുമ്പോൾ, റെഗുലർ ആകുമ്പോൾ നമുക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സെയിൽ. ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സെയിൽ, ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. ഇൻട്രസ്റ്റേറ്റ് ആണ്, ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഉണ്ടാവാൻ പാടില്ല. ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് സെയിൽ, പർച്ചേസ് അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് അത്. ആ ഒരു സെയിലിന്റെ അടിയിൽ ഞാനൊരു 3 വര വരയ്ക്കുന്നു, അണ്ടർലൈൻ ചെയ്ത് പറയുന്ന പോയിന്റ് ആണ് എന്ത്, ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് പാടില്ല. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാൻ പറ്റില്ല, ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് പാടില്ല. ഓക്കെ, ഇൻട്രസ്റ്റേറ്റ് സെയിൽ പാടില്ല. ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് സാധനം സെയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ പാടില്ല. ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് പറ്റും, എവിടെ നിന്ന്, ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിൽ സാധനം വാങ്ങാം കോമ്പോസിഷൻ ആകുമ്പോൾ. പക്ഷേ കോമ്പോസിഷൻ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റ് സ്റ്റേറ്റുകളിലേക്കോ മറ്റ് യൂണിയൻ ടെറിട്ടറിയിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻട്രസ്റ്റേറ്റ് ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് സാധനം വിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ബില്ലിനകത്ത് ടാക്സ് കാണിക്കാൻ പാടില്ല.
ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ ഡീലർ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ മൊബൈലിന് ഒരു 15,000 രൂപ അല്ലെ 20,000 രൂപ പറഞ്ഞാൽ 20,000 എന്തുണ്ട്? 12% ടാക്സും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 20,000 എന്ന് പറയുന്നത്. പക്ഷേ കോമ്പോസിഷൻ ആണെങ്കിൽ എന്താണ്? ആ ബില്ലിനകത്ത് ആ ടാക്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ആകുമ്പം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് എക്സംപ്റ്റഡ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, എക്സംപ്റ്റഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റഡ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്, എന്താണ് അവിടെ എക്സംപ്റ്റഡ് ഗുഡ്സും വിൽക്കുന്നുണ്ട്, അവർക്ക് കോമ്പോസിഷൻ ആകാൻ പറ്റില്ല, അവർക്ക് റെഗുലറേ പറ്റും. ഓക്കെ, പിന്നെ ഒരു വലിയ എന്താണ് സെവനപ്പിന്റെ ഒക്കെ കമ്പനി ഉണ്ട്, അവിടെ എന്താണ് കുറച്ച് ഫ്രൂട്ട്സും കൂടി വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ആ സെവനപ്പിനൊക്കെ ഒരു 1 കോടി 2 കോടിന്റെ അടുത്ത് ടേൺ ഓവർ ഉണ്ട്. അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്യുക? അല്ല ഒരു 90 ലക്ഷം ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ അവർക്ക് കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് റെഗുലർ ആയിട്ടേ പറ്റൂ. കാരണം സെവനപ്പ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല ഉള്ളത്, അതിന്റെ കൂടെ എക്സംപ്റ്റഡ് ഗുഡ്സും കൂടി വിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, എക്സംപ്റ്റഡ് ഗുഡ്സിന്റെ സെയിൽ നടത്തുന്ന ആൾക്കാർക്കും കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരേ പാൻ കാർഡിൽ ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ഒരേ പാൻ കാർഡിൽ, അതായത് ഒരു പാൻ കാർഡിന്റെ അകത്ത് ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പാൻ കാർഡിന്റെ അകത്ത്, അതായത് ഒരു പാൻ കാർഡ് നമ്പറിന്റെ അകത്ത് ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഒരു പാൻ കാർഡ് യൂസ് ചെയ്ത് 7 GST രജിസ്ട്രേഷൻ വരെ എടുക്കാൻ പറ്റും. നോർമലി ഒരു പാൻ കാർഡ് നമ്പർ യൂസ് ചെയ്ത് 7 GST രജിസ്ട്രേഷൻ വരെ എടുക്കാം. പക്ഷേ അങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ്? അതെല്ലാം ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടെക്സ്റ്റൈൽസ് ഈ GST നമ്പർ വെച്ച് തുടങ്ങാം, അല്ലെ ഈ പാൻ കാർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരു ടെക്സ്റ്റൈൽസ്, ഒരു ഫുഡ്വെയർ, ഒരു ഹോം അപ്ലയൻസ് അങ്ങനെ ആകുമ്പോൾ എന്താണ്? അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും കോമ്പോസിഷൻ ആവാൻ പറ്റില്ല. ആ കടകൾ ആ പാൻ കാർഡിൽ, സെയിം പാൻ കാർഡിലാണ്, വ്യത്യസ്ത പാൻ കാർഡിലാണ് ഓക്കെ, സെയിം പാൻ കാർഡിൽ ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കടയുടെ പുറത്ത് കോമ്പോസിഷൻ ആണെങ്കിൽ കടയുടെ പുറത്ത് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. നോർമൽ GST രജിസ്ട്രേഷൻ എടുക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? കടയുടെ പുറത്ത് GST നമ്പർ കാണിച്ചിരിക്കുക, അത് നിർബന്ധമാണ്. കടയുടെ പുറത്ത് GST നമ്പർ എന്തായാലും കാണിച്ചിരിക്കണം. അത് ആരാണെങ്കിലും നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ കടയുടെ പുറത്ത് വലുതാക്കി തന്നെ നമ്മുടെ കമ്പനിയുടെ GST നമ്പർ വേണം. പക്ഷേ കോമ്പോസിഷൻ ആണെങ്കിൽ അവര് GST നമ്പറിന്റെ കൂടെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ബോർഡും കൂടി വെക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ഒരു 50,000 രൂപ GST ഡിപ്പാർട്ട്മെന്റ് കണ്ടാൽ ഫൈൻ വരും. മിനിമം 50,000 ഫൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ GST ഡിപ്പാർട്ട്മെന്റ് ഇൻ കേസ് കാണുകയാണെങ്കിൽ എന്താണത്? പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കടയുടെ പുറത്ത് എന്താ ചെയ്യുക? ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ബോർഡായിട്ട് നമ്മൾ എന്ത് വെക്കണം? നമ്മുടെ കടയുടെ GST നമ്പറും അതേപോലെ തന്നെ എന്തും കാണിക്കണം? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ ബോർഡ് നിർബന്ധമായും വെച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ എന്ത് വേണം? ബില്ലിനകത്ത് എന്ത് വേണം? ബില്ലിനകത്ത് കോമ്പോസിഷൻ ടാക്സബിൾ, അടുത്ത പോയിന്റ് ആണ് പറയുന്നത്, ബില്ലിനകത്തും കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ബില്ലിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബില്ലിനകത്ത് നമ്മൾ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ കൊടുക്കുന്ന ബില്ലിനകത്ത് എന്ത് ചെയ്യണം? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ പേര് കാണിച്ചിരിക്കണം. അതേപോലെ തന്നെ ആ ബില്ലിന്റെ പേര് ടാക്സ് ഇൻവോയ്സ് എന്നല്ല, ബിൽ ഓഫ് സപ്ലൈ എന്നായിരിക്കണം ബില്ലിന്റെ പേര്. ഓക്കെ, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ബില്ലിന്റെ അകത്ത് കാണിച്ചിരിക്കണം. അതേപോലെ തന്നെ ബില്ലിന്റെ ഹെഡിങ് ആയിട്ട് എന്ത് വേണം? ക്യാഷ്, എന്താ ബിൽ ഓഫ് സപ്ലൈ എന്ന് കാണിച്ചിരിക്കുന്നത്, ബിൽ ഓഫ് സപ്ലൈ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബില്ലിനകത്ത് എന്ത് കാണിക്കാൻ പാടില്ല? ടാക്സ് കാണിക്കാൻ പാടില്ല. കാരണം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ബില്ലിനകത്ത് ടാക്സ് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഒരു കോമ്പോസിഷൻ ഡീലറെ ബില്ലിനകത്ത് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറഞ്ഞ എന്താണ്? കോമ്പോസിഷൻ ഡീലർ ആകുമ്പോൾ കടയുടെ പുറത്ത് GST നമ്പറും അതിന്റെ കൂടെ ക്യാഷ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ബോർഡും വെച്ചിരിക്കണം, നെയിം ബോർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബില്ല് നോക്കുകയാണെങ്കിൽ ബില്ലിനകത്ത് എന്ത് വേണം? ബിൽ ഓഫ് സപ്ലൈ എന്നായിരിക്കണം ബില്ലിന്റെ പേര് വരേണ്ടത്. അതേപോലെ തന്നെ ബിൽ ഓഫ് സപ്ലൈ എന്നുള്ള പേരിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം വരാനുള്ളത് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡീലറോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യണം? പേര് നിങ്ങൾ കൊടുത്തിരിക്കണം ബില്ലിനകത്ത്. അതേപോലെ തന്നെ എന്തും പാടില്ല, ബില്ലിനകത്ത് ടാക്സും കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയാണ് എന്ത് കോമ്പോസിഷൻ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല്
കോമ്പോസിഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 3 മാസം കൂടുമ്പം ഗവൺമെന്റിലേക്ക് 1% ടാക്സ് അടച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഗവൺമെന്റിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആ ഫോമിന്റെ പേരാണ് CMP08. CMP കോമ്പോസിഷന്റെ OA അങ്ങ് ഒഴിവാക്കിയത് CMP08 അതാണ് അതായത് 3 മാസം കൂടുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയില്ല. 3 മാസം മൊത്തം സെയിൽസിന്റെ 1% അല്ലെങ്കിൽ സർവീസ് ആണ് 5%. അങ്ങനെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന റിട്ടേണിന്റെ ഫോമിന്റെ പേരാണ് CMP കോമ്പോസിഷന്റെ CMP കേട്ടോ. CMP08 അതാണ് ഫോമിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അത് റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് കോമ്പോസിഷൻ ഡീലർ ആകുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫോമിനെ പറയുന്നതാണ് CMP08. റെഗുലർ ആകുമ്പോൾ 2 ഫോം ആയിരുന്നുള്ളത്, ഒന്ന് GSTR1 ഉം ഒന്ന് GSTR3Bയും നിലവിലുള്ളത്. പക്ഷെ കോമ്പോസിഷൻ ആകുമ്പോൾ എന്താ, ഒരു ഫോം മാത്രമേ ഉള്ളൂ, അതെന്താണ് CMP08 എന്നാണ് കേട്ടോ. അത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർ കഴിഞ്ഞ്, ഒരു ക്വാർട്ടർ ബേസിലാണല്ലോ നമ്മൾ അടയ്ക്കേണ്ടത്. ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസം 18-ാം തീയതിയാണ്. അതൊരു ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് 18-നാണ് എന്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ ആവുമ്പോൾ CMP08 എന്ന ഫോമിലാണ്. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. CMP08 എന്ന ഫോമിലാണ്. അത് 3 മാസം കൂടുമ്പോൾ, അതായത് ക്വാർട്ടർലി ബേസിസിൽ ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ ആ 3 മാസം സെയിൽസിന്റെ ഡാറ്റ നമ്മൾ അടിക്കേണ്ടത്, CMP08 ഫയൽ ചെയ്യേണ്ടത് അടുത്ത മാസം ഏപ്രിൽ മാസം 18-ാം തീയതിക്കുള്ളിൽ ആയിരിക്കണം. ഈ നോട്ട് ഗ്രൂപ്പിൽ ഇടും ഉണ്ടോ, PPT ഇടും. ഗ്രൂപ്പിലാണോ അരവിന്ദ് സാറിന് വിട്ടുകൊടുക്കേണ്ടത്. അരവിന്ദ് സാർ ചിലപ്പം ടെലിഗ്രാമിലേക്ക് ഇടാം. ഓക്കെ, ഇത്രയാണ് എന്ത് കോമ്പോസിഷന്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിന്റും കൂടി അറിയാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു അവർ ചെയ്യേണ്ട ഫോമിന്റെ പേര് എന്ന് വെച്ചാൽ 2 റിട്ടേൺ ഫോമുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഒന്ന് CMP08 അതേപോലെ തന്നെ GSTR9A ആനുവൽ റിട്ടേണിന്റെ ഫോമാണ് പറയുന്നത്. GSTR9A കേട്ടോ. GSTR9A എന്ന് പറയുന്ന ഫോം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അതും ആയിരിക്കണം എന്ത് ചെയ്യുന്നത് കോമ്പോസിഷൻ ഡീലർ കേസിലുള്ളത്. അപ്പോൾ ഒരു തവണ ഒരു കോമ്പോസിഷന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞുതരാം, ഒന്ന് റിവൈസ് ചെയ്തോളൂ. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ അല്ലെ ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സെയിൽസ് പാടില്ല. ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സെയിൽസ് ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ഗുഡ്സിന്റെ സെയിൽ പാടില്ല. എക്സംപ്റ്റഡ് ഗുഡ്സ് വിൽക്കുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാൻ കാർഡിൽ ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക്, ഒരു പാൻ കാർഡിൽ ഡിഫറെന്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ കടയുടെ പുറത്ത് GST നമ്പറിന് കൂടാതെ GST നമ്പറും അതേപോലെ തന്നെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന ബോർഡും കാണിച്ചിരിക്കണം. പിന്നെ ബില്ലിനകത്ത് വരേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് സപ്ലൈ എന്നായിരിക്കണം ഹെഡിങ് വരേണ്ടത്. അതേപോലെ തന്നെ എന്താണ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന ബില്ലിനകത്ത് കാണിച്ചിരിക്കണം. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ അതായത് ബില്ലിൽ ടാക്സും മറ്റും കാണിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, കോമ്പോസിഷൻ ഡീലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ CMP08 എന്ന ഫോമിലൂടെയാണ്. അത് ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസം 18-ാം തീയതിയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇവർ ആനുവൽ റിട്ടേണിന്റെ പേര് GSTR9A എന്നാണ്. GSTR9A കേട്ടോ. ഓക്കെ, എത്രയാണ് നമുക്ക് കോമ്പോസിഷനെ കുറിച്ച് ഓവറോളി പഠിക്കാനുള്ളത്. അപ്പോൾ കോമ്പോസിഷൻ എന്താണെന്നും ആരൊക്കെയാണ് കോമ്പോസിഷൻ എടുക്കേണ്ടതെന്നും ആരൊക്കെ എടുക്കേണ്ട വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. ഓക്കെ, കോമ്പോസിഷൻ ടാക്സ് ആണ്. മാനുഫാക്ചേഴ്സിന്റെ കേസിൽ CGST 0.5, SGST 0.5 മൊത്തം 1%. സർവീസിന്റെ കേസിൽ 2.5%. പിന്നെ അവരെന്താണ് റിട്ടേൺ ഫോം എന്താണ് CMP08 ഉണ്ട്, GSTR9A ഉണ്ട്. പിന്നെ ബിൽ ഓഫ് സപ്ലൈ ആണ് അവരെന്ത് പറയുന്നത്, ബില്ലിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിൽ വിട്ട് തരുന്നുണ്ട് ഈ ഒരു PPT. പക്ഷേ PPTയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞതിന്റെ വെറും 50% മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഫയലിംഗിലേക്ക് കടക്കാം. CMP08 എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാം, കോമ്പോസിഷൻ കേസിൽ എങ്ങനെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം കോമ്പോസിഷൻ കേസിൽ, അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാവും, GSTയുടെ റിട്ടേൺ ഫയലിംഗ് ചെയ്യുക. GST രജിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടാവും, GSTR1 പഠിച്ചിട്ടുണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ GST രജിസ്ട്രേഷൻ പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് GSTയുടെ സൈറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, GSTയുടെ സൈറ്റ് www.gst.gov. എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ വരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, www.gst.gov. എന്ന സൈറ്റിലേക്ക് വരുന്നു അല്ലേ.
ഒരു മിനിറ്റ് ലോഡ് ആവുന്നുള്ളൂ. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, ഈ CMP08 എന്ന് പറയുന്ന ഫോം, ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സ്മോൾ GST രണ്ട് രീതിയിലുള്ള കാറ്റഗറിയാണ് മാറുക. ഒന്ന് സ്മോൾ ടാക്സ് പേയേഴ്സും ഒന്ന് ലാർജ് ടാക്സ് പേയേഴ്സും. സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1.5 കോടിക്ക് താഴെയുള്ള ആൾക്കാരെ സ്മോൾ ടാക്സ് പേയേഴ്സും 1.5 കോടിക്ക് മുകളിലോട്ടുള്ള ആൾക്കാർ ലാർജ് ടാക്സ് പേയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും റിട്ടേൺ സിമ്പിൾ ആക്കാനാണ് നോക്കുക. അപ്പോൾ ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സ്മോൾ ടാക്സ് പേയേഴ്സ് ആണ് എടുക്കുക അല്ലെ. അവർ എപ്പോഴും സിമ്പിൾ ആണ്, അതായത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അവരെന്ത് നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ത്, ഈ പറയുന്ന അവരുടെ റിട്ടേൺ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മൾ www.gst.gov.in വന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടുന്ന GST കോമ്പോസിഷൻ ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ അടിച്ച് എന്ത് ചെയ്യാൻ പോവാണ്, ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ, നമ്മളെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ട് ചെയ്ത് വെക്കട്ടെ, ഓരോ പോയിന്റുകളും നോട്ട് ചെയ്ത് വെക്കുക. ഈ റിട്ടേൺ ഫയലിംഗിൽ വന്നതിന് ശേഷം യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഡാഷ്ബോർഡിൽ എഴുതി. യൂസർ നെയിം പാസ്വേഡ് അടിച്ച ശേഷം ഒന്നുകിൽ സർവീസസിൽ റിട്ടേൺസിൽ റിട്ടേൺ ഡാഷ്ബോർഡ് വരാം വളഞ്ഞ വഴി, ഡയറക്ട്ലി ഇപ്പോൾ സർവീസസിൽ റിട്ടേൺസിൽ റിട്ടേൺ ഡാഷ്ബോർഡ് വരാം, അതല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി തന്നെ എന്ത് ചെയ്യാം, ഇവിടെ റിട്ടേൺ ഡാഷ്ബോർഡ് ഉണ്ടാവും, അതിലേക്ക് വരാം. ഓക്കെ, രണ്ട് രീതിയിലും വരാം. ഒന്ന് ലേശം വളഞ്ഞ വഴിയാണ്, ഒരു ഡയറക്റ്റ് വേ ആണ്, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിട്ടേൺ ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത്, ഫിനാൻഷ്യർ, ഏത് ഫിനാൻഷ്യറിലാണോ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ആ ഫിനാൻഷ്യറും റിട്ടേൺ ഫയലിംഗ് പീരീഡ്, ഏത് മാസമാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ റിട്ടേൺ ഫയലിംഗ് പീരീഡും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏപ്രിൽ മെയ് ജൂൺ, ജൂണിലെ ആ 3 മാസം, ഏപ്രിലെ മെയ്യിലെയും ജൂണിലെ സെയിൽസിന്റെ റിപ്പോർട്ട് നമ്മൾ ജൂലൈ മാസം 18-ാം തീയതിക്ക് ഉള്ളിൽ അടച്ചിരിക്കണം. അതേപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ ഒക്ടോബർ മാസം 18, ഒക്ടോബർ നവംബർ ഡിസംബർ മാസം ജനുവരിയിൽ അടയ്ക്കണം. ഇപ്പൊ ഉള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ഫിനാൻഷ്യർ ആണോ അപ്പോൾ ഫിനാൻഷ്യർ റിട്ടേൺ ഫയലിംഗ് പീരീഡും കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരും സ്റ്റേറ്റ്മെന്റ് ഫോർ പേയ്മെന്റ് ഓഫ് സെൽഫ് അസസ്ഡ് ടാക്സ് GST CMP08. നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്റ്റേറ്റ്മെന്റ് ഫോർ പേയ്മെന്റ് ഓഫ് സെൽഫ് അസസ്ഡ് ടാക്സ് GST CMP08. അത്രയൊന്നും എഴുതണ്ട, വെറും GST CMP08 എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് സെൽഫ് അസസ്ഡ്, സ്വയം, സെൽഫ് എന്ന് കണ്ടാൽ തന്നെ സ്വയം ടാക്സ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. മറ്റേതുപോലെ GSTR 1 പോലെയോ GSTR 3B പോലെയോ വളഞ്ഞ വഴിയല്ല. ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, GST പറ്റി ബേസിക് നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരും CMP08 ഫയൽ ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്യൂ ഡേറ്റ് വരുന്നത് ജനുവരി 18, കണ്ടോ, ഡ്യൂ ഡേറ്റ് ജനുവരി 18, നെക്സ്റ്റ് മന്ത് 18th. അപ്പൊ ഒക്ടോബർ നവംബർ ഡിസംബർ, അപ്പൊ അടുത്ത മാസം 18-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ഫോർ പേയ്മെന്റ് ഓഫ് സെൽഫ് അസസ്ഡ് ടാക്സ് GST CMP08 വന്നതിന് ശേഷം പ്രിപ്പയർ ഓൺലൈനിൽ വരിക. പ്രിപ്പയർ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ്, ഇത് ഈ ഒരു ഫോം, ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. മറ്റേലാകുമ്പോൾ ഓരോ ബോക്സസ് നിങ്ങൾ പഠിച്ചതായിരിക്കും. GSTR 1 ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, GSTR 1-ലാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കോളംസ് ഉണ്ടായിരുന്നു, അതായത് 10-17ഓളം കോളംസ് നിങ്ങൾ ഫില്ല് ചെയ്തിരുന്നു. അമെൻമെന്റും അതും ഇതൊക്കെ വന്ന് B2B B2C എന്നൊക്കെ പറഞ്ഞ് കുറേ കോളംസ് ഫില്ല് ചെയ്തിരുന്നു. അതേപോലെ തന്നെ GSTR 3B പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു 5-8 കോളംസ് അല്ലെ, 10 കോളത്തിന്റെ അടുത്ത് അതിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഈ കാണുന്നത്, അപ്പൊ നമ്മൾ വ്യൂ ചെയ്യുന്ന ഈ ഒരു ബോക്സ് മാത്രം ഇവിടെ അടിക്കാനുള്ളൂ. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ എന്താണ്, എൻ്റർ ചെയ്തോളൂ, പറഞ്ഞോളൂ, നോക്കിക്കോളൂ. ഇവിടെ സമ്മറി ഓഫ് സെൽഫ് അസസ്ഡ് ലയബിലിറ്റി നമ്മൾ എന്താണ് പറയുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, കോമ്പോസിഷനിൽ എങ്ങനെയാണ് അടയ്ക്കേണ്ടത്. 3 മാസത്തെ സെയിൽസിന്റെ 1% നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കേണ്ടത്. അപ്പൊ 3 മാസത്തെ സെയിൽസിന്റെ റിപ്പോർട്ട് മാത്രം നമ്മൾ എന്താ മതി,
എന്താണ് ചാറ്റ് ബോക്സിൽ ഓരോന്ന് വരുന്നത്? സ്റ്റാർട്ടായോന്നോ? ടെക്നിക്കൽ ഇഷ്യൂ അണ്ടർ പ്ലീസ് റിപ്ലൈ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കാണാത്ത പ്രശ്നത്തിനുണ്ടോ ആർക്കെങ്കിലും? മെജോറിറ്റി ആർക്കെങ്കിലും കാണാത്ത പ്രോബ്ലം ഉണ്ടോ? അപ്പൊ നിങ്ങളെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ സമ്മറി ഓഫ് സെൽഫ് അസസ്ഡ് ലയബിലിറ്റി, സമ്മറി ഓഫ് സെൽഫ് അസസ്ഡ് ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലയബിലിറ്റിയുടെ ബാധ്യത വേറെ ഒന്നുമില്ല, 3 മാസത്തെ മൊത്തം സെയിൽസിന്റെ 1%. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത്, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പർച്ചേസ് ആയിട്ടുള്ള യാതൊരു സാധനം നമ്മളിവിടെ കാണിക്കണ്ട. നമ്മുടെ 3 മാസ സെയിൽസിന്റെ 1% ടാക്സ് മാത്രം നമ്മൾ ഇവിടെ കാണിച്ചാൽ മതി. അപ്പൊ നോക്കിക്കോളൂ, സമ്മറി ഓഫ് സെൽഫ് അസസ്ഡ് ലയബിലിറ്റി. അതിലേക്ക് വന്നത് ഒന്നാമത്തെ പോയിന്റ്, ഔട്ട്വേർഡ് സപ്ലൈ ഇൻക്ലൂഡിങ് എക്സംപ്റ്റഡ് സപ്ലൈ. എന്താണ് പറയുന്നത്? ഔട്ട്വേർഡ് സപ്ലൈ മീൻസ് സെയിൽസ്. നമ്മുടെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് അടിക്കാനാണ് പോകുന്നത്. ഇവിടെ എന്താണ് അടിക്കാൻ പോകുന്നത്? നമ്മുടെ 3 മാസത്തെ മൊത്തം സെയിൽസ് എത്രയുണ്ടോ അത് നമ്മൾ എവിടെ അടിക്കുക? വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. അത്രയും സിമ്പിൾ ആണ്. ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഔട്ട്വേർഡ് സപ്ലൈ ഇൻക്ലൂഡിങ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, വാല്യൂ എന്നുള്ളിടത്ത് നമ്മളെ മൊത്തം 3 മാസത്തെ മൊത്തം സെയിൽസ് എത്ര ഉണ്ടോ, മൊത്തം സെയിൽസ്. ഫോർ എക്സാമ്പിൾ 3 മാസം ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 3 ലക്ഷം നമ്മളിവിടെ കാണിക്കുന്നു. ഓക്കെ, 3 മാസം 3 ലക്ഷം രൂപയാണ്, 3 ലക്ഷം കാണിക്കുന്നു. അതിന്റെ 1%, അതായത് 0.5%. ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിങ് കൺസേൺ ആണ് 1%, സർവീസ് കൺസേൺ ആണെങ്കിൽ 5% കാണിക്കുന്നത്. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളെ ബിസിനസ് കേരളത്തിലായതുകൊണ്ട് CGST SGST ആയിരിക്കും വരിക. ഈ നമ്മളൊരു തമിഴ്നാട്ടിലുള്ള ബിസിനസ് ആണ്, അങ്ങനെയാണ് എന്തായിരിക്കും വരിക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് IGST അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ്, IGST വരില്ല. എന്തുകൊണ്ടാ? ഇൻഡസ്ട്രിയൽ സപ്ലൈ ഇല്ല, അതുകൊണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളൊന്ന് പരീക്ഷിച്ചതാണ്. അപ്പോൾ IGST ഒരിക്കലും വരില്ല, ഇൻഡസ്ട്രിയൽ സപ്ലൈ വരില്ല, ഇൻഡസ്ട്രിയൽ സെയിൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ IGST വരില്ല, CGST SGST മാത്രമേ വരൂ. അപ്പൊ 3 മാസത്തെ സെയിൽസിന്റെ 1%, 0.5% CGST, 0.5% SGST ആണ് വരിക. അപ്പോൾ എത്രയാണ്? 1500 രൂപ CGSTയും 1500 രൂപ SGSTയും കഴിഞ്ഞല്ലോ. പണി കഴിഞ്ഞു, സെയിൽസിന്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കോളം എല്ലാവർക്കും ഓക്കെയാണ്. ഔട്ട്വേർഡ് സപ്ലൈ എന്നുള്ളടുത്ത് 3 മാസ സെയിൽസിന്റെ 1% ടാക്സ് നമ്മൾ കാണിച്ചു. ഇനി രണ്ടാമത്തെ കോളം, ഇൻവേർഡ് സപ്ലൈ അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ഇൻക്ലൂഡിങ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഓക്കെ, ഇൻവേർഡ് സപ്ലൈ അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ഇൻക്ലൂഡിങ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. അതായത് നമുക്ക് റിവേഴ്സ് ചാർജ് ഇനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ, അല്ല സോറി, റിവേഴ്സ് ചാർജ് ഇനത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ് എന്ത് കാണിക്കേണ്ടത്, ഇവിടെ കാണിക്കേണ്ടത്. റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക്, അതായത് റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാല് അൺരജിസ്റ്റേർഡ്, നിങ്ങൾ ചിലപ്പോൾ പഠിച്ചതായിരിക്കും, എന്തായാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അൺരജിസ്റ്റേർഡ് ഒറ്റ വാക്കിലുള്ള കാര്യമാണ് റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ഇങ്ങനെ കിടക്കുന്ന സാധനമാണ്, വൈഡ് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. പക്ഷെ എന്താണ്, ഒറ്റ വാക്കിലുള്ള മീനിങ് ആണ് ഞാൻ പറയുന്നത്. അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന്, അതായത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നു. അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തന്നെ ആ ടാക്സ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കുന്നു. അതാണ് എന്ത്, റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അതായത് അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ റബ്ബറോ മറ്റോ നമ്മൾ പർച്ചേസ്, ഒരു ടയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, റബ്ബർ കർഷകന്റെ അടുത്ത് പോയി വാങ്ങുന്നു. അപ്പൊ റബ്ബറിന് 5% ടാക്സ് ഉണ്ട്. അപ്പൊ അയാൾക്ക് ആ ടാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, പർച്ചേസിന്റെ ടാക്സ് അയാളാണ് അടച്ചെടുക്കേണ്ടത്. നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ആ ടാക്സ് നമ്മൾ തന്നെ ഗവൺമെന്റിലേക്ക് അടച്ചെടുക്കുന്നു. അതിന് പറയുന്നതാണ് എന്ത്, റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 1% ടാക്സ് അടച്ചെടുത്താൽ പറ്റും നമ്മൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമ്മൾ എന്തെങ്കിലും അടച്ചു കൊടുക്കാനുണ്ടെങ്കിൽ, റിവേഴ്സ് ചാർജിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ മാസം അടച്ചു കൊടുക്കുന്ന പൈസ അടുത്ത മാസം തിരിച്ചു കിട്ടും കേട്ടോ. അത് നമ്മൾ പേടിക്കൊന്നും വേണ്ട. റിവേഴ്സ് ചാർജ് നിങ്ങൾ കോമ്പോസിഷൻ ആണെങ്കിൽ റെഗുലർ ആണെങ്കിലും ഒക്കെ എന്താണ്, ഈ മാസം 100 രൂപ അടച്ചു കൊടുത്താൽ അടുത്ത മാസം 100 രൂപ തിരിച്ചും കിട്ടും കേട്ടോ. അത് നമുക്ക് കിട്ടും. അത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്വേർഡ് സപ്ലൈ നമ്മൾ സെയിൽ കാണിച്ചു. ഇൻവേർഡ് സപ്ലൈ അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ഇൻക്ലൂഡിങ് ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ സെയിൽസ് മാത്രം കാണിച്ചാൽ. ഉണ്ടെങ്കിൽ എത്രയാണ് വാല്യൂ, അതിന്റെ IGST, അവിടെ IGST ഒക്കെ വരും. കാരണം ഇയാൾ ഇവിടെ ഉള്ള ആൾ വേണേയാവാം, അല്ലെ? അയാളെ കേസിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതെന്നുള്ളൂ. അപ്പൊ IGST എത്രയുണ്ട്, CGST എത്രയുണ്ട്, SGST ഓട്ടോമാറ്റിക് വരും. ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയെന്ന് വെക്കുക. 5000ന്റെ ഒരു 5% വെക്കുക. 5000ത്തിന് 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ 10,000 രൂപ. 10,000 രൂപയുടെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 500, അല്ലെ? 500 രൂപയാണ് വരുന്നത്. 500 രൂപ എന്ന് പറയുമ്പോൾ 250 രൂപ CGSTയും
250 രൂപ SGST. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാണിക്കാം നമുക്ക്. ഓക്കെ, അത് ഓക്കെ. അപ്പോൾ ഇൻവേർഡ് സപ്ലൈ അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം അത് കാണിക്കാം. ഇല്ലെങ്കിൽ ആ കോളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കോളം ടാക്സ് പേയബിൾ 1+2, 1ഉം 2, അതായത് മൊത്തം ഈ മാസം നമ്മൾ എത്ര ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ട് എന്നുള്ള രണ്ടും കൂടി കൂട്ടി വരും. അപ്പോൾ വന്നല്ലോ 3,10,000 സെയിലുണ്ട്, അതിൽ 1,750 രൂപ CGST, 1,750 രൂപ SGST നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ട്. അത് ഓക്കെ ആണല്ലോ. അത് നമ്മളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ്. അപ്പോൾ കഴിഞ്ഞു. ലാസ്റ്റത്തെ കോളം എന്താണ്? ഇൻട്രസ്റ്റ് പേയബിൾ ഇഫ് എനി. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ മാസം റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ പെനാൽറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഏരിയയാണ് ഇൻട്രസ്റ്റ് പേയബിൾ എന്നുള്ളത്. ഓക്കെ, ലേറ്റ് ഫീയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം റിട്ടേൺ ഫയൽ ചെയ്യാൻ മറന്നുപോയി, കഴിഞ്ഞ ടാക്സ് പീരീഡിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ ലേറ്റ് ഫീ വരും. ആ ലേറ്റ് ഫീ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൂട്ടിയിട്ട് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അതും ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റിവേഴ്സ് ചാർജ് ഇല്ല. റിവേഴ്സ് ചാർജ് കാണിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. റിവേഴ്സ് ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ കാണിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത്, ഇത്രയേ ഉള്ളൂ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സേവ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു. നമ്മൾ 3 മാസം സെയിൽസിന്റെ 1% നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. സേവ്. PPT വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ വരും. ഓക്കെ, കാണുന്നില്ലേ? സ്ക്രീന് കാണുന്നില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡാറ്റകളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റകളൊക്കെ അടിച്ചതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുക കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഓരോ പോയിന്റുകൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് താഴെ വരും. നോക്കിക്കോളൂ, ഓരോ പോയിന്റുകളായിട്ട് ഞാൻ 1 by 1 ആയിട്ട് പറയുകയാണ്. സേവ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? പ്രൊസീഡ് ടു ഫയൽ കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പ്രൊസീഡ് ടു ഫയൽ കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് പൈസ അടയ്ക്കണ്ടേ? നമുക്ക് വേണ്ടേ? പൈസ അടയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് വരും? ഒരു മിനിറ്റ് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് വരും. പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഏരിയ വരും. പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വരും? പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ക്യാഷ് ലെഡ്ജറും ശ്രദ്ധിച്ചോളേ, സ്ക്രീൻ എല്ലാവരും കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇനിയുള്ള കോളംസ് നമുക്ക്, കാരണം ബാങ്ക് പോയി നമ്മൾ പൈസ അടയ്ക്കാൻ പോകുന്നു, നമ്മൾ 1% ടാക്സ് നമുക്ക് ഗവൺമെന്റിലേക്ക് അടയ്ക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈസ അടയ്ക്കാൻ പോയി പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഏരിയ വരും. ആ പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ ക്യാഷ് ലെഡ്ജർ ബാലൻസ് എന്നും കാണാൻ പറ്റും, പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഏരിയയും കാണാൻ പറ്റും. ക്യാഷ് ലെഡ്ജർ ബാലൻസ് എന്ന് പറഞ്ഞാല് വേറെ ഒന്നല്ല, ഇവിടെ ടാക്സ് എന്ന് കണ്ടില്ലേ? ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ടാക്സ് കണ്ടില്ലേ? ഒന്നുമില്ല, റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസനെ പറയുന്നതാണ് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ക്യാഷ് ലെഡ്ജറിൽ പൈസ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കും. നമുക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് തരാനുള്ള എമൗണ്ട് എത്ര ഉണ്ടെന്നുള്ള കാണിക്കാനുള്ളതാണ് ക്യാഷ് ലെഡ്ജർ. അതെങ്ങനെ? റിവേഴ്സ് ചാർജ് ഇനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം കൊടുക്കുന്ന റിവേഴ്സ് ചാർജ് അടുത്ത മാസം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമുക്ക് എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനുണ്ടെങ്കിൽ അത് കാണുന്ന ഏരിയ ആണ് എന്ത്? ഇവിടെ IGST എത്ര ഉണ്ട്, CGST എത്ര ഇട്ടാണ്ട്, SGST എത്ര ഇട്ടാണ്ട് എന്നുള്ള സെപ്പറേറ്റ് കാണിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചാർജ് ഇനത്തിൽ നമുക്ക് എത്ര കിട്ടാനുണ്ട് എന്ന് കാണിക്കാനുള്ള ഏരിയ ആണ്. പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഏരിയ ഇപ്പം വളരെ സുഖമാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. കാരണം എല്ലാം എന്ത് തന്നെ സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു തരുന്നുണ്ട്. എല്ലാം സിസ്റ്റം തന്നെ നമുക്ക് കാണിച്ചു തരും. എല്ലാ ഓപ്ഷൻസ് സിസ്റ്റം തന്നെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ കാൽക്കുലേറ്റ്, പണ്ടൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഉണ്ട്, CGST എത്ര ഉണ്ട്, SGST എത്ര എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്താണ്? ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കൊടുക്കാനുള്ളതും ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ എന്താണ്? റിവേഴ്സ് ചാർജിനകത്ത് കൊടുക്കാനുള്ളത് നമ്മൾ എത്ര പൈസ കൊടുക്കാനുണ്ടെന്നുള്ള ഈ ഒരു ക്വസ്റ്റിന്റെ ബേസിലാണ് നമുക്ക് എത്ര കൊടുക്കാനുണ്ടെന്ന് നോക്കിയേ. ഇവിടെ നോക്കിയ എല്ലാവരും ഇതാ 17,000 ഇത് നോക്കിയേ, സെൻട്രൽ ടാക്സ് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ പേയ്മെന്റ് ഓഫ് ടാക്സിലേക്ക് വരുന്നതിന് മുമ്പേ ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ അടിച്ച കോളം നോക്കി എല്ലാവരും. ഇവിടെ നമ്മൾ അടിച്ചു ഇതാ 17,000 സെയിലായിട്ട് നമുക്ക് എത്ര വരുന്നുണ്ട്? 17,564 രൂപയുണ്ട്. പിന്നെ റിവേഴ്സ് ചാർജ് എന്തിന് നമുക്ക് 13,851 രൂപയുണ്ട്. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ പ്രോസസ്സിംഗിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ വരുതാ
റിവേഴ്സ് ചാർജ് ഇനത്തിൽ 13,851 രൂപ 13,850 രൂപ SGST ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് അതർ ദാൻ റിവേഴ്സ് ചാർജ് അല്ലാതെ നമുക്ക് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ 17,564 ഉണ്ട്. CGST ഉണ്ട്, SGST ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അടയ്ക്കാനുള്ള ടാക്സ് എന്ന് പറയുന്നത്. ഇത്രയും ടാക്സ്, അതായത് 31,415 രൂപയാണ് നമുക്ക് CGST ആയിട്ട്, 31,415 SGST ആയിട്ട് അടയ്ക്കാണ്ട്, ഒരു 1,800 രൂപ എന്തുണ്ട് റിവേഴ്സ് ചാർജ് ആയിട്ട് IGST അടയ്ക്കാനുണ്ട്. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് അടയ്ക്കണ്ടേ, ഇത്രയും പൈസ നമുക്ക് അടയ്ക്കണ്ടേ. അപ്പൊ അടുത്ത കോളം നോക്കിക്കോളൂ. അടുത്ത കോളത്തിൽ ലാസ്റ്റ് ഒരു ഏരിയ കാണാൻ പറ്റിയത് റെഡ് മാർക്ക് കാണിച്ചത്. ഇത് എനിക്ക് ഡയറക്ട്ലി കാണിക്കാൻ പറ്റില്ല. ഡയറക്ട്ലി കാണിച്ചു കഴിഞ്ഞാൽ എന്താവും, എല്ലാവർക്കും അറിയുന്നതാണ്, അവരിൽ ഫയലായി പോകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെയാണ് പ്രോസസ്സിങ്, ഇത്രയേ ഉള്ളൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോളം വരും, ഇതൊക്കെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റഡ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിൽസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കോളം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം, ഇവിടെ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. ഇവിടെ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് പറഞ്ഞ കോളത്തിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, നമ്മൾക്ക് നോക്കിക്കോളും, അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് പറയുന്ന കോളത്തിന്റെ അകത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ ഉണ്ടാവും. ഇങ്ങോട്ട് റിവേഴ്സ് ചാർജ് ഇനത്തിൽ കിട്ടാനുള്ള പൈസയെന്ന് അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ കുറച്ചിട്ട് മാത്രം നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്ട്, 100 രൂപ നമുക്ക് ഗവൺമെന്റിലേക്ക് അടയ്ക്കാണ്ട്, 150 രൂപ ഗവൺമെന്റിൽ നിന്ന് കിട്ടാണ്ട്. അപ്പൊ നമ്മൾ എത്ര അടച്ചാൽ മതി, 100 രൂപ അടയ്ക്കാണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 100 രൂപ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാണ്ട്, 150 രൂപ നമ്മൾ അടയ്ക്കാണ്ട്. അപ്പൊ നമ്മൾ അടച്ചാൽ മതി, 100 രൂപ കിട്ടാണ്ട്, അപ്പൊ നമ്മൾ 150 അടയ്ക്കാണ്ട് 50 രൂപ മാത്രം അടച്ചാൽ പോരെ. അതാണ് ഇവിടെ പ്രോസസ്സ്. അപ്പൊ നമുക്ക് ഇവിടെ അടയ്ക്കാനുള്ള ക്യാഷ് ഒക്കെ ഇവിടെ വന്നത്, പേ ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര അടയ്ക്കാനുണ്ടെന്നൊക്കെ വന്നു. അതിന്റെ അകത്തുനിന്ന് നമുക്ക് റിവേഴ്സ് ചാർജിന് എത്ര കിട്ടാണ്ട്, ഇതാ 10,000 രൂപ CGST കിട്ടാണ്ട്, 10,000 രൂപ SGST കിട്ടാനല്ലേ. അപ്പൊ 31,415 രൂപ നമ്മൾ അങ്ങോട്ട് അടയ്ക്കാണ്ടായിരുന്നു. 10,000 CGST 10,000 SGST കിട്ടാനല്ലേ. അപ്പൊ അതിൽ നിന്ന് ആ 10,000 കുറച്ച് കഴിഞ്ഞാൽ എത്രയായി, 21,415 നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്നുള്ളതെന്ന് അങ്ങോട്ട് കൊടുക്കാനുള്ളതെന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറച്ച്, ബാക്കി എത്ര കൊടുക്കാനുണ്ട് എന്നുള്ള കാണിക്കാനുള്ള ഏരിയ ആണ് എന്ത്, അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് പറഞ്ഞ ഏരിയ. ഡൗട്ട്, പറഞ്ഞോ. ഈ കോമ്പൻസേഷൻ സ്കീമിൽ ഇൻപുട്ട് ഇട്ടില്ല, പിന്നെ എന്താണ് സാർ ഇങ്ങനെ പറഞ്ഞത്, റിവേഴ്സ് ചാർജ് ഇൻപുട്ട് ഇട്ടില്ല. റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് ഇൻപുട്ട് അല്ലത്. നമ്മൾ റിവേഴ്സ് ചാർജ് ഈ മാസം 10 രൂപ അടച്ചാൽ ആ മാസം പൈസ തിരിച്ചു കിട്ടും. അത് നമ്മുടെ ടാക്സ് അല്ല നമ്മൾ അടയ്ക്കുന്നത്, നമ്മൾ അയാളുടെ ടാക്സ് നമ്മൾ അടച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ഇത് ഗവൺമെന്റിന് അറിയണം നമ്മൾ എത്ര അൺരജിസ്റ്റേർഡ് വാങ്ങി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അത് കൊടുത്ത അടുത്ത മാസം തിരിച്ചും കിട്ടും കേട്ടോ. ഇത് ഇൻപുട്ട് അല്ല കേട്ടോ, ഇത് ഇൻപുട്ടിന്റെ കാറ്റഗറിയിൽ വരികയില്ല ഈ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും. അപ്പോൾ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്നല്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള റിവേഴ്സ് ചാർജ് ഇനത്തിന്റെ അകത്തുനിന്ന് എത്ര ഇങ്ങോട്ട് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടാനുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള മൈനസ് എത്ര നമുക്ക് ഇനി ഇങ്ങോട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതെന്ന് കാണിച്ചു. അത് കാണിച്ചതിന് ശേഷം താഴെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചലാൻ കൊടുക്കുക. ക്രിയേറ്റ് ചലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ബോക്സ് വരും. ഇവിടെ ഓട്ടോമാറ്റിക്കലി എത്ര പൈസ കൊടുക്കാണ്ടെന്നൊക്കെ ചലാൻ ലൈബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. മൊത്തം എത്ര ഉണ്ട്, 21,415 CGSTയും 21,415 SGSTയും സഹിതം നമുക്ക് എത്ര ഉണ്ട്, 42,830 നമുക്ക് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ട് ടോട്ടൽ. ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ വരുന്ന ഓപ്ഷനാണ് എന്ത്, പേയ്മെന്റ്. നോട്ട് ചെയ്ത് വെച്ചോളെ. അപ്പൊ ചലാൻ ക്രിയേറ്റ് ചലാനിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് മോഡ്സ് 3 രീതിയിലാണ് നമുക്ക് ചലാൻ അടയ്ക്കാൻ പറ്റുക. ഒന്ന് പേയ്മെന്റ്, അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തേത് ഓവർ ദ കൗണ്ടറും NEFT or RTGS എന്ന് പറയുന്ന കോളം. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഡയറക്റ്റ് അടിക്കുന്ന സാധനം. അതായത് നമ്മൾക്ക് ഓൺലൈൻ കണക്റ്റഡ് ആണ് എല്ലാ ബാങ്കുകളും ഇപ്പോൾ അല്ലെ, നമ്മൾ ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് നടത്തുന്നു. അത് ഒന്നാമത്തേത്. ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷോ ചെക്കോ DDO ആയിട്ട് നമ്മൾ ബാങ്ക് പോവുക, ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് എന്ത്, നമ്മൾ ചലാൻ അടയ്ക്കുന്നൊക്കെ പറയില്ല, ഓരോ എക്സാമിനും അതിനൊക്കെ ചലാൻ അടയ്ക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ പോയി എന്നിട്ട് നമ്മൾ എന്തടിക്കുക, ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ DD ആയിട്ടോ നമ്മൾ എന്തടയ്ക്കുക, നമുക്ക് അടയ്ക്കാനുള്ള പൈസ നമ്മൾ അടയ്ക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ NEFT or RTGS. നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് പോകുന്നു, ചലാൻ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ ബാങ്ക് പോകുന്നു, ബാങ്ക് പോയതിനു ശേഷം എന്ത് ചെയ്യുക, ചെക്ക് കൊടുക്കുന്നു. ചെക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, RTGSന്റെ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ചെക്ക് കൊടുക്കുന്നു. മാക്സിമം 2 മണിക്കൂറിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏത് പ്രോസസ്സ് ആയതിനു ശേഷം നമ്മൾ ഈ ഒരു പോർട്ടലിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ടറിൽ പോയി അടയ്ക്കുന്നതാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട, ബാങ്ക് പോയി ഡയറക്റ്റ്ലി അടച്ചെടുത്താൽ മതി. നമുക്കിവിടെ എന്ത് ചെയ്യണം, പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. 90% ആൾക്കാർ ചെയ്യുന്നതാണ് പേയ്മെന്റ് ആണ്. ഓൺലൈൻ കണക്റ്റഡ് ആണ് എല്ലാ ബാങ്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പേയ്മെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് ചലാൻ കൊടുക്കുക. പേയ്മെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ജനറേറ്റ് ചലാൻ കൊടുക്കുക. പേയ്മെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം
ജനറേറ്റ് ചലാൻ കൊടുക്കുക. ഈ പേയ്മെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ജനറേറ്റ് ചലാൻ. അപ്പോൾ അവിടെ മോൾ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ചലാൻ സക്സസ്ഫുള്ളി ജനറേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചലാന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു പേജിന്റെ അകത്ത് വന്നിട്ടുണ്ടാവും. ചലാന്റെ ഡീറ്റെയിൽസും കാര്യം, നമ്മൾ ചലാൻ അടച്ചതിന്റെ ഡീറ്റെയിൽസ്, നമ്മളെ ചലാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ, നമ്പർ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എങ്ങനെയാണ് അടച്ചതെന്നുള്ളത്, നമ്മളെ GST നമ്പർ, നമ്മളെ മെയിൽ ID, നമ്മളെ മൊബൈൽ നമ്പർ, നമ്മളെ പാർട്ടിയുടെ പേര്, ചലാൻ എന്താണ്, ചലാന്റെ എക്സ്പയറി, ചലാൻ അടച്ച ടൈം, ഡേറ്റ്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ചലാനായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, നമ്മൾ എവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ NEFT RTGS ആണെങ്കിലും ഓവർ ദ കൗണ്ടർ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ഓപ്ഷൻ ആണല്ലോ ആ ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് ചലാൻ കൊടുക്കുക. ജനറേറ്റ് ചലാൻ കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ വരും സെലക്ട് മോഡ് ഓഫ് ഇ പേയ്മെന്റ് കൊടുക്കുക. സെലക്ട് മോഡ് ഓഫ് ഇ പേയ്മെന്റ്, അവിടെ പ്രിഫേർഡ് ബാങ്കും ഉണ്ടാവും, അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങും ഉണ്ടാവും. പ്രിഫേർഡ് ബാങ്കും ഉണ്ടാവും, നെറ്റ് ബാങ്കിങ് ഉണ്ടാവും. അത് ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ബാങ്ക് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, പ്രിഫേർഡ് ബാങ്കിങ് കൊടുക്കുക. നമ്മൾ ആ ബാങ്കിന്റെ അകത്ത് നിന്ന്, ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ATM കാർഡോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ SBI ഒക്കെ യോനോ അപ്പൊക്കെ വെച്ച് നമുക്ക് ചെയ്യില്ലേ, അതേ രീതി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എന്താ പറയുക യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് ചെയ്യുന്ന പരിപാടി. ബാങ്കിന്റെ യൂസർ നെയിം പാസ്വേഡും ഇല്ലേ, നമുക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു സീക്രട്ട് യൂസർ നെയിം പാസ്വേഡ് തന്നിട്ടുണ്ടാവും. നമുക്ക് ഫോണിലൊക്കെ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തൊക്കെ നോക്കാം, അത് ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫോണിന് സിസ്റ്റത്തിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പൊ നമുക്ക് എന്ത് ഉണ്ടാവും, പ്രിഫേർഡ് ബാങ്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ചലാൻ അടയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിഫേർഡ് ബാങ്ക് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ബാങ്ക് സെലക്ട് ചെയ്യുക. ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ബാങ്ക് ഉണ്ടാവും, ബാങ്ക് സെലക്ട് ചെയ്യുക. ഇനി അതല്ല വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുക. പൊതുവേ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുന്നതായിരിക്കും, ഏത് വേണമെങ്കിലും ചെയ്യാം. പ്രിഫേർഡ് ബാങ്കിങ് ആണെന്ന് വെച്ചാൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കൊടുത്ത ബാങ്കിങ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്ന് പോകും. ഇനി വേറെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുക. നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ബാങ്കിൽ നിന്നാണോ പൈസ പോകുന്നത്, ഫെഡറൽ ബാങ്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ ബാങ്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഫെഡറൽ ബാങ്ക് പൊതുവേ GST ഇല്ലാത്തൊരു ബാങ്കാണ്. അതെന്തോന്നാന്ന് വെച്ചാൽ എനിക്കറിയില്ല, GST ഡിപ്പാർട്ട്മെന്റിനെ അറിയും. ഫെഡറൽ ബാങ്കും GST ആയിട്ട് ഇല്ല, ബാക്കി എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ഇതിൻ്റെ അകത്തുണ്ടോ. അപ്പൊ ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾ പൈസ, ഏത് ബാങ്കിൻ്റെതാണോ പൈസ അടയ്ക്കുന്നത്, ആ ബാങ്ക് എവിടെ എന്ത് ചെയ്യുക, കനറ ആണെങ്കിൽ കനറ, HDFC ആണ് HDFC, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, SBI ആണ് SBI, ഏത് ബാങ്കാണോ ആ ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പൊ നെറ്റ് ബാങ്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളത് ടിക്ക് ഇടുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളത് ടിക്ക് ഇട്ടതിന് ശേഷം മേക്ക് പേയ്മെന്റ് കൊടുക്കുക. നെറ്റ് ബാങ്കിങ്ങിൽ വന്നതിന് ശേഷം നെറ്റ് ബാങ്കിങ്ങിൽ ഏത് ബാങ്കാണോ ആ ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈൻ്റെ അത് ടിക്ക് ഇട്ടതിന് ശേഷം മേക്ക് പേയ്മെന്റ് കൊടുക്കുക. മേക്ക് പേയ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താവും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് വരും, മേക്ക് പേയ്മെന്റ് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതിനൊക്കെ ഉള്ള മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. അതേപോലെ തന്നെ ചലാൻ അടച്ചതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ചലാൻ അടച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്ത്, ചലാൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. ഈ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മളിപ്പോ ചെയ്തു, അടുത്ത മാസം അറിയാതെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ അകത്ത് ഏതെങ്കിലും എൻട്രി അടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ തെറ്റിയില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മാസം ഫയൽ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ റിട്ടേണിന്റെ എന്ത് ചെയ്യുക, പ്രിവ്യൂ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്തതിന് ശേഷം നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ അത് സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തു, ചലാനൊക്കെ കൊടുത്തു, ഒക്കെ പൈസയൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് വൺ ആണ് പറയുന്നത്, ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. നമ്മൾ പൈസയൊക്കെ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് പറയുന്ന കോളം ഒന്നും ഇല്ലാണ്ടായി വന്നില്ലേ, നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്തു, കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇതാ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ടാവും. അത് GST രജിസ്ട്രേഷൻ എടുക്കുമ്പോഴും GSTR 1 ഫയൽ ചെയ്യുമ്പോഴൊക്കെ ഈ ഡിക്ലറേഷൻ വന്നിട്ടുണ്ടാവും. ആ ഡിക്ലറേഷൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൂ ആൻഡ് കറക്റ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ വന്നിട്ടുണ്ടാവും. ആ ഡിക്ലറേഷനിൽ ടിക്ക് ഇടുക. അപ്പൊ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പൈസയൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടോ, ബാങ്ക് പൈസയൊക്കെ അടച്ചു കഴിഞ്ഞു, നമ്മൾ ചലാനൊക്കെ ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ പോയി. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഡിക്ലറേഷനിൽ ടിക്ക് ഇടുക. ഡിക്ലറേഷൻ ടിക്ക് ഇട്ട് നമ്മളൊരു രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു ഓതറൈസ്ഡ് സിഗ്നറ്ററിനെ കൊടുത്തിട്ടുണ്ടാവും. ആ ഓതറൈസ്ഡ് സിഗ്നറ്ററിനെ സെലക്ട് ചെയ്യുക. ആ ഓതറൈസ്ഡ് സിഗ്നറ്ററിനെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഫയൽ GST CMP 08 എന്ന് പറയുന്ന കോളം വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഫില്ല് ചെയ്താൽ മാത്രമേ ഇത് വരൂ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരില്ല, ഓതറൈസ്ഡ് സിഗ്നറ്ററിനെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ടിക്ക് ഇട്ടിട്ടില്ലെങ്കിലോ നമുക്ക് എന്ത് വരില്ല, ഫയൽ GST CMP 08 എന്ന് പറയുന്ന കോളം വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഡിക്ലറേഷനിൽ ടിക്ക് ഇടുക. പിന്നെ ഓതറൈസ്ഡ് സിഗ്നറ്ററി ആരെയാണോ നമ്മൾ ഓതറൈസ്ഡ് സിഗ്നറ്ററി ആയിട്ട് കൊടുത്തത് അയാളെ സെലക്ട് ചെയ്തതിനു ശേഷം ഫയൽ GST CMP 08 എന്ന് പറഞ്ഞത് കൊടുക്കുക. അതിനുശേഷം ഒരു വാർണിംഗ് മെസ്സേജ് വരും, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ,
ടാക്സ് ഒക്കെ ഓഫ്സെറ്റ് ആയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആർ യു ഷുവർ ഫോർ കണ്ടിന്യൂ എന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ ഓക്കെ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക. വാർണിംഗ് മെസ്സേജ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഫയൽ വിത്ത് DSC ഓർ ഫയൽ വിത്ത് EVC എന്ന് പറയുന്ന മെസ്സേജ് വരും. ഫയൽ വിത്ത് ഇതവിടെ ഒരു ഇത് വരും, ഫയൽ വിത്ത് വാർണിംഗ് മെസ്സേജ് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ വിത്ത് DSC ഓർ ഫയൽ വിത്ത് EVC എന്ന് പറഞ്ഞ 2 കോളം വരും. ഫയൽ വിത്ത് DSC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ കോഡ്, അതായത് കമ്പനിയുടെയും LLPയുടെയും കേസിൽ, കമ്പനിയുടെയും LLPയുടെയും, അത് കമ്പനി ആണെങ്കിലോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണറുടെ കേസിലാണെങ്കിൽ അവരെന്ത് ചെയ്യണം, GSTയിൽ നിർബന്ധമായും ഡിജിറ്റൽ സിഗ്നേച്ചർ അവരെന്ത് ചെയ്തിരിക്കണം, വേണം. അതായത് പെൻഡ്രൈവ് ബദൽ സാധനമായിരിക്കും, ആ സിസ്റ്റത്തിൽ കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള പ്രോസസ്സൊക്കെ വരും, സൈൻ ചെയ്താൽ മതി. ആ ഒരു പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞപ്പോൾ പെൻഡ്രൈവിൽ നമ്മൾ ഡാറ്റ കുത്തി കഴിഞ്ഞാൽ ഒരു സിനിമ വരില്ലേ, അതേപോലെ പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ സൈൻ എന്ന് പറഞ്ഞ് നമ്മളൊരു നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, DSC ആണ് ഫയൽ ആവും. കമ്പനിയുടെ LLPയുടെ കേസിലാണ് DSC നിർബന്ധം. ഇനി പ്രൊപ്പറേറ്ററി പാർട്ണർഷിപ്പിന്റെ കേസിലാണ് എന്ത് ചെയ്യുക, ഫയൽ വിത്ത് EVC, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, മൊബൈലിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരും, ഒരു OTP വരും. ആ OTP അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വാലിഡേറ്റ് OTP. ഇതൊക്കെ നിങ്ങൾ GST രജിസ്ട്രേഷനിൽ പഠിച്ചാണ്. അതേ സാധനം നമ്മൾ എവിടെ ഫയൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് എന്താവും, ഇവിടെ സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇത്രയാണ് CMP08 പറയാനുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞത് എന്താണ്, 3 മാസം സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതൊന്നുമില്ല, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്താണ്, GSTR 1 പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രോസസ്സ് തന്നെയാണ് എന്ത്, അല്ലെങ്കിൽ GSTR 3B പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ആദ്യത്തെ കോളംസ് മാത്രം എന്താണ് വ്യത്യാസം വരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു തന്നു, സെയിൽസിന്റെ ഡീറ്റെയിൽസ് അടിക്കാന്നുള്ളത്. പിന്നെ എന്താണ്, നമ്മൾ നെറ്റ് ബാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൈസ അങ്ങോട്ട് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് നമ്മൾ അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊസീഡ് ടു ഫയലൊക്കെ കൊടുത്ത് നമ്മൾ ആ പൈസ ഒക്കെ അടച്ച് നമ്മൾ ഫയൽ GST CMP08 കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷനിൽ ടിക്ക് ഇടുന്നു. അതേപോലെ തന്നെ നമ്മളെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിനെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഫയൽ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുക, OTP ഇത് വരും, EVC ആണ്, OTP വന്നതിന് ശേഷം നമ്മൾ ഫയൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ മാസം ഒരു സെയിലും ഇല്ല, ഒരു പർച്ചേസും ഇല്ല, നിൽ റിട്ടേൺ ആണ്. അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. നിൽ റിട്ടേൺ ആണ് ഈ മാസം, നോ സെയിൽ നോ പർച്ചേസ്, അല്ല സോറി പർച്ചേസ് നോക്കണ്ട, സെയിൽ ഇല്ല. 3 മാസം കൂടുമ്പോൾ നമുക്ക് ഒരു സെയിൽ പോലും ഇല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ കാണാൻ പാടില്ല. സെയിൽ ഇല്ലെങ്കിലോ നമ്മുടെ GSTയിലെ രജിസ്ട്രേഷൻ എടുത്തോ നിർബന്ധമായും സെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കോമ്പോസിഷൻ ആണെങ്കിൽ നമ്മൾ CMP08 ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നില്ലാണ്, നമുക്ക് ഒന്നുമില്ല, സെയിൽ ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെ, അപ്പൊ ഇത് വെച്ചോളൂ, CMP08ന്റെ നിൽ റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യാനുള്ളത്, NIL നിൽ റിട്ടേൺ എങ്ങനെയാണ് ഫയൽ, അതായത് സെയിൽ ഒന്നുമില്ല. അങ്ങനെ കേസിൽ പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ കേട്ടോ. www.gst.gov.in വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഡാഷ്ബോർഡിൽ വന്ന് ഫിനാൻഷ്യറും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യറും മന്തും കൊടുത്തതിന് ശേഷം പ്രിപ്പയർ ഓൺലൈനിൽ വരുന്നു. അതൊക്കെ സെയിം തന്നെ. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, സമ്മറി ഓഫ് സെൽഫ് അസസ്ഡ് ലയബിലിറ്റി തുടങ്ങിയിട്ട് ഈ കാര്യങ്ങൾ അതിന് പറഞ്ഞത്, അതൊന്നും ഇല്ലല്ലോ, നമുക്ക് സെയിൽ ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ മോളായിട്ട് സമ്മറി ഓഫ് സെൽഫ് അസസ്ഡ് മോളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫയൽ GST CMP08 എന്ന് പറഞ്ഞൊരു കോളം കാണാൻ പറ്റും. ഫയൽ GST CMP08 എന്ന് പറഞ്ഞ കോളം കാണാൻ പറ്റും. ലോഗോ ടൈപ്പ് ചെയ്യാൻ വീണ്ടും ലോഗിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഫയൽ ഫയൽ നിൽ GST CMP08, അതിൻ്റെ അകത്ത് എന്തിടാ, ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ അകത്ത് ടിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫയൽ GST CMP08 ഫയൽ നിൽ GST CMP08 എന്നുള്ളതിൽ ടിക്ക് ഇടുന്നു. ടിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റത്തെ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കുന്നു. ബാക്കിയുള്ള കോളംസ് ഒന്നും നമുക്കില്ല. നമുക്ക് വേറെ എന്താണ് വരുന്നത്, വേറെ ഒരു കോളം നമുക്ക് പിന്നെ വരുന്നില്ല. നമ്മൾ നേരെ പോകുന്നു ഇവിടെ ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക്. ഓക്കെ, നമുക്ക് പൈസ അടയ്ക്കാനോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമ്മൾ നേരെ വരുന്ന എവിടേക്കാണ്, ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഏതാണ്, ഇതാ ഇവിടെ വരുന്നു, നോക്കിക്കോളൂ. ഇതാ, ഒന്നും അടയ്ക്കാനോ കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ നേരെ വരുന്നു, ഫയൽ GST CMP08 എന്ന് പറഞ്ഞ ഫയലിലേക്ക് വരുന്നു. നേരെ നമ്മൾ ഫയൽ നിൽ റിട്ടേൺ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ GST CMP08 കൊടുത്ത് വാർണിംഗ് മെസ്സേജ് യെസ് കൊടുക്കുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെ. ഫയൽ വിത്ത് DSC ഓർ EVC എന്നുള്ള സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷനൊക്കെ കൊടുത്ത് ഓതറൈസ്ഡ് സിഗ്നേറ്ററിനൊക്കെ കൊടുത്ത് ഫയൽ വിത്ത് EVC ഓർ DSC കൊടുക്കുന്നു. പ്രൊസീജിയർ കംപ്ലീറ്റ്. അപ്പോൾ ഇത്രയാണ് കോമ്പോസിഷന്റെ കേസിൽ. ഇത് ചെയ്യാൻ ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല. കാരണം ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നെ ആരാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തത്, GST CMP08 എന്ന ഫോം തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഹലോ.
പറഞ്ഞോ. സാറേ ഒരു സംശയം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇയർലി ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കച്ചവടമുള്ള ഒരു ചെറിയൊരു ബിസിനസ് ഫേമാണ്. ആ ഫേമിൽ നമ്മൾ GST എടുക്കണമെങ്കിൽ നമുക്ക് ഈ കോമ്പോസിഷൻ എടുക്കാൻ പറ്റുമോ, അതോ നമ്മൾ ആദ്യം ഇത് നോർമൽ ആയിട്ടുള്ള എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ കോമ്പോസിഷനോട് പോകാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ഓക്കെ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 ലക്ഷം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലർ ഡീലർ ആയിട്ട് പറ്റില്ല. അത് റെഗുലർ ആയിട്ട് പറ്റും, പക്ഷെ എന്താണ് 40 ലക്ഷം ടേൺ ഓവർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വോളണ്ടറി സ്കീമിലൂടെ കയറാൻ പറ്റും. വോളണ്ടറി. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും? ഒന്നുമില്ല. വേറെ ആർക്കും ഡൗട്ട്? സാറേ, ഈ കോമ്പോസിഷൻ സ്കീമിൽ കയറ്റിയ ആള് അയാൾക്ക് റെഗുലർ സ്കീമിലേക്ക് കയറണമെങ്കിൽ അയാളുടെ ഈ ഉള്ള സ്റ്റോക്ക് എന്ത് ചെയ്യും? സ്റ്റോക്ക് എങ്ങനെ കാണിക്കും? അയാൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. സ്റ്റോക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, മാത്രം കാണിച്ചാൽ അതിന് ശേഷമുള്ള നിങ്ങൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ GSTR 1 അകത്ത് HSM ബൈ സമ്മറി എന്ന ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി. ഓക്കെ ശരി. വേറെ എന്തെങ്കിലും? ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. പിന്നെ ഈ എക്സംപ്റ്റഡ് ഗൂഡ്സ് നോൺ GST റേറ്റഡ് അത് പറഞ്ഞ തിരക്കുള്ള അതൊരു കൺഫ്യൂഷൻ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലുള്ള സാധനങ്ങളെ നമുക്ക് എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറയാം. ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി നോൺ GST ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, നോൺ GST ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പെട്രോള്, ഡീസല്, ആവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, അതായത് വിമാനത്തിന്റെ ഓയില്, പിന്നെ ഫോറിൻ ലിക്കർ, പിന്നെന്താണ് കെറോസിൻ, മണ്ണെണ്ണ, പിന്നെന്താണ് അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ഇല്ലേ, നമ്മളെ എന്താ പറയുക, നാച്ചുറൽ ഗ്യാസ് പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എന്താണ് GSTക്ക് ഇല്ലാതെ, GSTക്ക് പുറത്തുള്ള സാധനങ്ങൾ, അതിനെ പറയുന്നതാണ് നോൺ GST എന്ന് പറയുന്നത്. പിന്നെ നിൽ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ആ പ്രൊഡക്റ്റിന്റെ ടാക്സ് 0% ആണ്, നില്ലാണ്. എപ്പോ വേണമെങ്കിലും അതിനെന്താവാം, ടാക്സ് 5 ആവാം, 12 ആവാം, 18 ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു അരി ആണെങ്കിൽ, അരി എന്ന് പറയുന്ന സാധനം എന്താണ്, ധാന്യമാണ്. അതായത് എന്താണ്, പച്ചക്കറി ഫ്രൂട്ട്സ് കാറ്റഗറി പോയി. നിലവിൽ ആ അരിക്ക് എന്താണ്, ടാക്സ് ഇല്ല, അതായത് 0% ടാക്സ്. പക്ഷേ ഈ ഒരു അരി എന്ന് പറയുന്ന സാധനം ഒരു നിറപറേന്റെ പാക്കറ്റിലാക്കി കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയി, നിറപറ എന്ന് പറയുന്നത് ബ്രാൻഡഡ് ഫേം ആണ്. അപ്പൊ ഈ സെയിം അരിക്ക് തന്നെ എന്തായി, ഇപ്പം വാങ്ങുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കാം, കർഷകന്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ടാക്സ് ഒന്നും കൊടുക്കാതാണ് വാങ്ങിയത്, അല്ലെങ്കിൽ 0% ടാക്സിനാണ് വാങ്ങിയത്. ഇത് നിറപറ എന്ന് പറഞ്ഞ കമ്പനി പാക്കറ്റിലാക്കി, അവരെ നിറപറേന്റെ പാക്കറ്റിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ 5% ടാക്സ് വാങ്ങണം, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത് നിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ടാക്സ് 0 ആണ്, എപ്പോൾ വേണമെങ്കിലും അതിന് ടാക്സ് വരാം. ഓക്കെ, നിലവിൽ ഇപ്പൊ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നിൽ റേറ്റഡ് വരിക, എപ്പോൾ വേണമെങ്കിലും അതിന് ടാക്സ് വരാം. നിലവിൽ 0 ആണ്, പക്ഷേ ബ്രാൻഡഡ് ഗുഡ്സ് ഒക്കെ ആകുമ്പോൾ എന്താവോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മുളക് പൊടി നമ്മൾ എന്ത് ചെയ്യുന്നു, കടയിൽ പോയി പഠിപ്പിച്ചു കൊണ്ടുവരുന്നു. അത് ആരാച്ചാലും കടയിൽ പോയി പഠിപ്പിക്കുന്നു, അതിന് ടാക്സ് ഇല്ല. നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ടാക്സ് ഇല്ല. പക്ഷെ നമ്മൾ എന്താണ്, ഈസ്റ്റേണിന്റെ പാക്കറ്റിലാക്കി വിൽക്കാൻ ഞാൻ എന്തുണ്ട്, 5% ടാക്സ് നമ്മൾ അടയ്ക്കണം. ഓക്കെ, അത്രയുള്ളൂ നിൽ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 0 ആണ്, പക്ഷെ എപ്പോ വേണമെങ്കിലും ടാക്സ് വരാം. ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ മൂന്നും? ഇനിയുള്ള സംശയം, പിന്നെ അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങുമ്പോ ആ ടാക്സ് എൻട്രി ഉണ്ടല്ലോ, അവിടെ നമ്മൾ എങ്ങനത്തെ ടാക്സ് റേറ്റ് ആണ് കൊടുക്കേണ്ടത്? എങ്ങനത്തെ ടാക്സ്? അയാൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ റബ്ബർ ആണ് വാങ്ങിയത്, റബ്ബറിന് 5% ടാക്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിന് 5% ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ടാക്സ് റേറ്റ് അറിഞ്ഞു വെച്ചിരിക്കണം, അല്ലെ? അത് ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ അറിയണം. അത് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, GST റേറ്റ് ഫൈൻഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? സാറേ, നമ്മൾ ഈ പാൻ കാർഡ്, ഒരു പാൻ കാർഡില് മൾട്ടിപ്പിൾ ബിസിനസ് കാര്യം പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ പറ്റില്ല എന്ന്. അപ്പൊ ഈ പാൻ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ആ നടത്തുന്ന ആളിന്റെ പാൻ കാർഡാണ് വരുന്നത്, ഓരോ ഇതായിട്ട് നമ്മൾ തുടങ്ങുന്നതിന് സെപ്പറേറ്റ് പാൻ കാർഡ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളിപ്പോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട്, ഞാൻ മുതലാളി, അല്ലെങ്കിൽ കൊച്ചു ചിത്രപ്പള്ളി വിഗാർഡിന്റെ മുതലാളി, അയാൾ എന്ത് ചെയ്യാണ്, അയാൾ ഒരു ഫോർ എക്സാമ്പിൾ ആണ്, അയാളെ പാൻ കാർഡിൽ വെച്ച് തന്നെ വിഗാർഡും സ്റ്റാർട്ട് ചെയ്തു, വിഗാലൻഡും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അപ്പൊ അയാൾക്ക് കോമ്പോസിഷൻ ആവാൻ പറ്റില്ല. കാരണം എന്താണ്, വിഗാലൻഡ് എന്ന് പറയുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് സർവീസ് കൺസേൺ ആണ്. ഈ വിഗാർഡ് എന്ന് പറയുന്ന ട്രേഡിംഗ് കൺസേൺ ആണ്. രണ്ടും രണ്ട് ഫേമാണ്, അല്ലെ? അപ്പൊ അയാൾക്ക് ഈ സെയിം പാൻ കാർഡിൽ അയാൾക്ക് കോമ്പോസിഷൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് 1.5 കോടിക്ക് താഴെയാണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലർ ആയിട്ടേ പറ്റും. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്? സാറേ, ഈ അൺരജിസ്റ്റർഡ് പർച്ചേസ് ഞാൻ ഈ മാസം ചെയ്ത്, ഡിസംബറിൽ ചെയ്ത്, അത് RCM ചെയ്തത്. അൺരജിസ്റ്റർഡ് പർച്ചേസ് RCM ചെയ്ത്. നെക്സ്റ്റ് മന്ത് ഞാൻ നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും? എനിക്ക് സെയിൽ ഈ 3 മാസം സെയിൽ പറ്റും.
ഇതിന്റെ ഡീറ്റെയിൽസും RCM ഡീറ്റെയിൽസ് ഒന്നും കഴിഞ്ഞിട്ട് അല്ലേ? വേണ്ട. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ആർക്കും ഡൗട്ടില്ലല്ലോ? ഹലോ, പറഞ്ഞോളൂ. ഈ പെട്രോൾ പമ്പില് പെട്രോളിനും ഡീസലിനും GST ഇല്ല, പക്ഷെ അവിടെ വിൽക്കുന്ന ഓയിലിന് GST ഉണ്ട്. അപ്പൊ ടേൺ ഓവർ കൂടുമ്പോ ഏത് സ്കീമാണ് നല്ലത്? റെഗുലർ സ്കീമാണോ കോമ്പോസിഷൻ സ്കീമാണോ? റെഗുലർ ആകുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻപുട്ട് കിട്ടും. അതായത് ഈ അവിടെ ഉള്ള എന്താ പറയാ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് അവർക്ക് കിട്ടും. അത് റെഗുലർ ആണ് നല്ലത് കേട്ടോ. ഓക്കെ. വേറെ ഒന്നുമില്ലല്ലോ? ആർക്കും ഒന്നുമില്ലല്ലോ? പറഞ്ഞോളൂ. എന്താ സംശയം? ഒന്നുമില്ല. എന്താ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആവശ്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ഉണ്ടോ എന്നല്ല അറിയില്ല. അപ്പോൾ നമ്പർ ആവശ്യമുള്ള ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 9946 എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. 9946 172363 9946 172363. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. ഞാൻ മിക്കവാറും ഗ്രൂപ്പിൽ ഇനി ആഡ് ചെയ്യും. അപ്പോൾ കുറച്ച് വേറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ ക്ലാസ് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാണ്. ഓക്കെ, ഇനി റെഗുലർ ആയിട്ട് ഉണ്ടായിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.